അഭിലാഷ് ഇപ്പം എവിടെ ആയിരിക്കും? അവന് വേറെ ഗേൾ ഫ്രണ്ടായി കാണുമോ? അവൻ ആ പൈസയും കൊണ്ട് അവൻ വേറെ കല്യാണം കഴിക്കുമോ? എനിക്ക് അവനെ വേണം. എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല. അവനോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നിന്റെ ആങ്ങളെ എന്നല്ല ഒരാണിൻ്റെ കൂടെയും ബൈക്കിനകത്ത് തൊട്ടൊരുമ്പി പോകുന്നത് എനിക്ക് സഹിക്കാൻ പാടില്ല രേഷ്മേ. നീ പറയുന്ന മനസ്സിലാക്ക്. നീ പോവണ്ട. ശരി, ഓട്ടോ വിളിച്ച് പോണം. ഓട്ടോ വിളിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ പോയാൽ മതി. ഓട്ടോറിക്ഷയ്ക്കുള്ള 50 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം ഓട്ടോക്കാരന്. ഓട്ടോക്കാരൻ വേണ്ട, ഓട്ടോക്കാരികൾ കാണും. നീ കാരാളംകുഴിയിലേ പോന്നേ, അവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അടുത്ത് ആ ചേച്ചിക്ക് എന്നെ അറിയാം കേട്ടോ. എൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ മതി. കേറിയിട്ട് വിളിക്കാം. ശരി ശരി ശരി. ഇതാരാ? രമ്യല്ലേ ഇപ്പോൾ വിളിച്ചത്? സൂണയാണോ? വത്സലയാണോ? ഗീതയാണോ? നമ്പരാണല്ലേ. എടുക്കണോ? എടുത്തേക്കാം. ചിലപ്പോൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഫോൺ നമ്പർ കൊടുത്ത പെങ്കൊച്ചായിരിക്കും. ഹലോ ഹലോ അഭിലാഷേ, ഞാനാ. നീ 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 എന്താ ഈ നമ്പർ ആരുടെയാ? നാറി, ഇത് ആടെ നമ്പരാന്ന് ചോദിക്കുന്നോ? എന്നെ പറ്റിച്ച് 10 ലക്ഷം രൂപ കൊണ്ട് നീ സുഖിച്ച് ജീവിക്കും അല്ലേടാ? എടി, നീ അങ്ങനെ പറയരുത്. എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാ. പിന്നെ അയാളുടെ എന്നെ എന്തോരം ടോർച്ചർ ചെയ്തെന്നോ, എന്നെ കൊന്നു കളയോന്നൊക്കെ പറഞ്ഞ്. പിന്നെ 20 ലക്ഷം രൂപ ഇപ്പം കിട്ടിയില്ലെങ്കിലേ എന്നെ നാട്ടുകാരിലോട്ട് ഇടിക്കും. എനിക്ക് അത്രയും കടമുണ്ട്, നിനക്കറിയാല്ലേ. അതുകൊണ്ടാ, നീ മനസ്സിലാക്കണം. കടം കാരണമാടി. എനിക്ക് നിന്നെ എന്തോ ഇഷ്ടമാണെന്നോ. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ആ മൊത്തം പൈസ നിൻ്റെ കയ്യിലുണ്ടോ? 10 ലക്ഷം രൂപ ഞാൻ തൊട്ടിട്ടില്ലടി. 1 രൂപ പോലും എടുത്തില്ലേ? പിന്നെ 750 രൂപ ഞാൻ 750 രൂപയ്ക്ക് നീ എന്തോ ഇത്? അത് പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഇച്ചിരി ആഹാരം. നീ ഒന്ന് നോക്കണം. ഞാൻ പിന്നെ ഈ ഇത്രയും ദിവസത്തിനിടെ ഞാൻ ഇന്ന് രാവിലെ ഇത്തിരി പൊറോട്ട മേടിച്ച് കഴിച്ചത്. 750 രൂപയ്ക്ക് എന്ത് ഫുഡാണ് നീ കഴിച്ചത്? പൊറോട്ട കറി. പൊറോട്ടയും കറിക്കുവോ? പിന്നെ ഇച്ചിരി ചിക്കൻ വറുത്തതോട് മേടിച്ച് കഴിച്ചിട്ട്. നിനക്കറിയാലേ വിഷമം വന്ന് എനിക്ക് വിശപ്പാന്നുള്ളത്. അതുകൊണ്ട് ഇച്ചിരി ചിക്കൻ വറുത്തതോട് മേടിച്ച് കഴിച്ചായിരുന്നടി. അതുകൊണ്ട് 750 രൂപ. ബാക്കി പൈസ ഇവിടെ ഇരിപ്പുണ്ട്. കൊള്ളാടാ, കൊള്ളാം. ഇത്രയും വലിയ ചതിച്ചിട്ട് നീ എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ കാരണം ഞാൻ എൻ്റെ എത്ര കൂട്ടുകാരെ ബ്ലോക്ക് ചെയ്ത്. എനിക്ക് ഒരു മനുഷ്യൻ എൻ്റെ ചുറ്റും ഇല്ലാതെ നീ എൻ്റെ ജീവിതം വിട്ടത്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം കഴിച്ച് ഞാൻ വേണ്ട ഇപ്പം ജീവിക്കുന്ന അവസ്ഥയാണ്. നീ എന്നോട് ക്ഷമിക്ക്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും നീ എന്നെ വിളിച്ചല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇനി വന്നാ നീ എന്നെ സ്വീകരിക്കുമോ? അത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ തയ്യാറാ. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. നമുക്ക് അയാൾ അറിയാതെ സന്തോഷമായിട്ട് ജീവിക്കാടി. നമുക്ക് നാട് വിടാം. 10 ലക്ഷം രൂപ കൊടുത്തിപ്പോൾ നമ്മൾ എവിടെ പോയി താമസിക്കാനാ? അറ്റ്ലീസ്റ്റ് ഒന്ന് നാട് വിടുന്നതിന് 10-25 ലക്ഷം രൂപ വേണം. എടാ, 10 ലക്ഷം രൂപ മാത്രമല്ല, നിൻ്റെ 10 ലക്ഷം രൂപ സേഫ് അല്ലേ? 750 രൂപ ഒഴികെ ഫുൾ സേഫായിട്ട് ഇരിപ്പുണ്ട് മോളെ. നീ അതെടുക്ക്. എൻ്റെ SBIയിൽ ഒരു സേവിങ് അക്കൗണ്ട് ഉണ്ട്. 50 ലക്ഷം ആകുമ്പോൾ മാത്രം വിഡ്രോ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന അക്കൗണ്ട്. ഇപ്പം ഏകദേശം 40 ലക്ഷം ഉണ്ട് അതിനകത്ത്. 40 ലക്ഷം രൂപയോ? ഇനി ഒരു 10 ലക്ഷം കൂടി ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് ആ പൈസ വിഡ്രോ ചെയ്യാം. നീ ആ പൈസ ആയിട്ട് നാളെ SBIയുടെ മുന്നിൽ വാ. നമുക്ക് ആ പൈസ ആയിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാടാ. 20 ലക്ഷം രൂപയ്ക്ക് നിൻ്റെ കടം തീർത്തിട്ട് ബാക്കി പൈസയ്ക്ക് നമുക്ക് ബിസിനസ് ഇട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ എത്ര സ്വപ്നം കണ്ടതാ. എനിക്ക് ഈ കിളവൻ്റെ കൂടെ ജീവിച്ച് മരിക്കാൻ വയ്യ. കൊണ്ടുവരാം. നീ സമാധാനമായിട്ടിരിക്കും. നമുക്ക് നാളെ കാണാം. ശരി. എടാ സോറി, നിന്നെ ഞാൻ സംശയിച്ചു. അതൊന്നും സാരമില്ല പൊന്നെ. ശരിയടാ, ഓക്കെ. ഹലോ ചിഞ്ചുറാണി. പിന്നെ ചേട്ടൻ അങ്ങ് ഉറങ്ങിപ്പോയി മോളെ. അത് ബിസി. അമ്മ 2 ബന്ധുക്കാരി മാമി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വെക്കത്തില്ലല്ലോ. അമ്മ അവരോട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ സുഖമാണ്. ദൈവമേ, ഇന്നെങ്കിലും അവള് എന്നെ ആ മുറി കിടത്തണേ. എങ്ങനെ പോയി ചോദിക്കും? സമയം തരണമെന്നും പറഞ്ഞ്. ആവശ്യം നമ്മുടെയാണല്ലോ. നൈസായിട്ട് പോയി ഒന്ന് മുട്ടി നോക്കാം. എൻ്റെ ദൈവമേ, ഇപ്രാവശ്യമെങ്കിലും അവൾ എന്നെ ആ മുറി കയറ്റണേ. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത്. തുറക്കാം.
ഞാൻ എന്തു പറയുന്നു, വെള്ളം വല്ലതും വേണോ? ഓ, വെള്ളം വേണമെന്ന് ചോദിച്ചാൽ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞാൽ എന്തോ ചെയ്യും? പിന്നെ എന്തായി, മനസ്സ് മാറിയോ? അങ്ങനെ ചോദിക്കാം. വയ്ക്കുന്നല്ലോ ദൈവമേ. എന്താ? അത് പിന്നെ നിൻ്റെ മനസ്സ് മാറിയോന്നറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സൊന്നും മാറിയില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് സമയം വേണമെന്ന്. പറഞ്ഞങ്ങോട്ട് കുറച്ച് സമയമല്ല ആയുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് മനസ്സ് മാറിയെന്ന് ചോദിക്കുന്നോ? സോറി, എനിക്ക് പെട്ടെന്ന് സോറി. നീ ഒരു പെൺകുട്ടിയല്ലേ, അപ്പം ഇത് പറയാനൊക്കെ മടി കാണുമെന്ന് വിചാരിച്ച് അതാ. സോറി കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് കുറച്ച് സമയം വേണം ചേട്ടാ, പ്ലീസ്. നീ സമയം എടുത്തോ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. ശരി, എന്നാൽ ഞാൻ താഴോട്ട് പോവാം. ശരി, നീ നിൻ്റെ സമയം എടുത്തോ. നീ ഇനി എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ശരി. കിടത്തി ഉറക്കോടാ, അവളെ കിടത്തി ഉറക്കോ മണിയറയില്. അമ്മയ്ക്ക് എന്താ അമ്മേ നാണം ഉണ്ടോടാ നായേ? കോടിക്കണക്കിന് കാശ് ചെലവാക്കി പടുപണ്ടാരം വീട് പണിതിട്ടിട്ട് എങ്ങാണ്ടെന്ന് വന്ന ഗതിയില്ലാത്തവളെ മണിയറയെ കിടത്തി ഉറക്കി നിനക്ക് താഴെ വന്ന് ആ നിലത്ത് വന്ന് കിടക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് നാണം ഉണ്ടോ? ഇത്രയ്ക്കും പെൺകോന്തനായി പോയല്ലോ എൻ്റെ മോനെന്ന് ആലോചിച്ച് എൻ്റെ തൊലി ഉരിയുന്നടാ, എൻ്റെ തൊലി ഉരിയുന്നു. നിന്റെ തന്ത ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലുവേ അങ്ങേർക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടായിരുന്നു. നിന്നെ കണക്ക് പെൺകോന്തനല്ലായിരുന്നടാ കഴുതേ. അമ്മയുടെ കാര്യം നോക്ക്. അമ്മയുടെ കാര്യം നോക്കാടാ, നീ നോക്കിക്കോ. അവള് നിന്നെയും പറ്റിച്ച് നിന്റെ കാശും അടിച്ച് അവിടെ മറ്റവന്റെ കൂടെ പോയില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ 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 വിളിച്ചോ, കേട്ടോടാ? ഇങ്ങനെ പ്രാകാതെ കൊല്ലാതെ ഞാൻ പോവാ. ആടാ, നീ പോയി കിടന്ന് ഉറങ്ങടാ. എൻ്റെ സമാധാനം തെറ്റിയടാ, എൻ്റെ സമാധാനം. രാജകുമാരിയെ പോലെ കഴിഞ്ഞവളാടാ ഞാനിപ്പോ ഇവിടെ വേലക്കാരിയുടെ അവസ്ഥയായടാ. നീയും അവളും കൂടി എന്നെ കൊല്ലടാ. കണ്ട അങ്ങേര് മുകളിലിരുന്ന് കരയുന്നുണ്ട്, ഇതെല്ലാം കണ്ട് അങ്ങേര് കരയുന്നുണ്ട്. ദൈവമേ, മൂദേവിയെ ഞാൻ കൊല്ലാൻ പോവാ. അമ്മേ അമ്മേ അമ്മേ, എൻ്റെ സ്വഭാവം മാറ്റല് കേട്ടല്ലോ. എടാ പോയി കിടയടാ മുറിക്കകത്ത്. നിന്റെ അമ്മയാടാ പറയുന്ന, പോയി കിടയടാ മുറിക്കകത്ത്. ഇപ്പം അവളവിടെ ഒറ്റയ്ക്ക് കിടക്കട്ടെ, ഞാൻ അപ്പുറത്തെ മുറി കിടന്നോളാം. അമ്മ ഇപ്പം സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇതെങ്കിലും ഞാൻ പറയുന്നത് കേക്കെന്ന്. മോളെ, നിന്റെ ചേട്ടൻ്റെ ജീവിതം തൊലഞ്ഞടി. അവൾ എന്തോ വലിയ കൂടുപാത്രം കലക്കി എൻ്റെ മോന് കൊടുത്ത്. എന്തുവാ അമ്മേ? ഇപ്പതേ അവനിപ്പം നമ്മളെയും വേണ്ട, നിന്നെയും വേണ്ട, അമ്മയും വേണ്ട. അവള് പറയുന്ന കേട്ടതും നിലത്ത് പോയി കിടന്നുറങ്ങുന്നു. ഇല്ലടി, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. അമ്മ ഒന്ന് സമാധാനിക്കേ, നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. നാളെ തന്നെ മേപ്പാട് ജോത്സ്യനെ കാണാൻ പോണം. ഈ ഒരുമ്പൊട്ടവളെ നാളെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കെട്ടിക്കും. അല്ലേ നീ നോക്കിക്കോ. അമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അമ്മ കരയാതമ്മേ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. നീ കണ്ടോ, അവളെ ഞാൻ സ്തോത്രം ചെയ്ത് ഈ വീട്ടിൽ നിന്ന് അവള് പോയില്ലെങ്കിൽ ഞാൻ അവളെ നാളെ തന്നെ നാട് വിടാനുള്ള കൂടുപാത്രത്തിനുള്ള കഥകളുമായിട്ട് ഞാൻ പോകും. അങ്ങനെ തന്നെ ചെയ്താൽ മതി. അവളെ ഇവിടുന്ന് കെട്ടിക്കേണ്ടത് ഇപ്പം എൻ്റെ ആവശ്യമാണ്. അമ്മ കിടക്കുന്നില്ലേ അമ്മേ? ഇല്ല, എനിക്കിന്നിനി ഉറക്കമില്ല. ഉറങ്ങാതിരുന്ന് ആലോചിക്കണം.